ഹലോ, വെൽക്കം ബാക്ക് ടു മിസ്ലാസ് വ്ലോഗ്സ്. അപ്പൊ നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാം? എങ്ങോട്ടാ പോകുന്നത്? നമ്മള് പൊന്നൂന്റെ വളകാപ്പാണെന്ന്. അപ്പൊ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും, അതായത് എന്റെ ഉമ്മന്റെ ഫാമിലിയിലുള്ള എല്ലാവരും എത്തിയിട്ടുണ്ടാവും. മൂത്തയും കുഞ്ഞയും അതുപോലെ തന്നെ നമ്മുടെ ചിന്നൂസ്, പൊന്നൂസ്, ഫസ്ന, അങ്ങനെ പറയുന്ന കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പൊ അതിന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഒരുങ്ങി ഇറങ്ങിയിട്ടുള്ളത്. ഹൈസാപ്പു ഇവിടെ പോയി. ഹൈസാപ്പ് പിണങ്ങിയതാണ് കേട്ടോ. എപ്പോഴും എന്ത് പരിപാടിക്ക് ഇറങ്ങുമ്പോഴും ഹൈസാപ്പിന്റെ ഒരു പിണക്കം എന്തായാലും ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ ആ ഒരു പിണക്കാണ് ഇപ്പൊ നിങ്ങൾ ബാക്കിൽ കാണുന്നത്. ഹൈസാപ്പ് നോക്കൂ. പിന്നെ അതൊരു അടിയായിട്ട് മാറും കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ എഴുത്തൂരൊന്ന് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആയിഷനെ കൂട്ടാനുണ്ട്. വളകാപ്പിന് എന്തായാലും ആയിഷമോള് വേണം എന്ന് നമ്മളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഏതായാലും ആ വഴിക്ക് പോകുമ്പോൾ ആയിഷനെയും കൂട്ടാം. അതുപോലെ തന്നെ താവക്ക് രണ്ടുമൂന്ന് സാധനങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അപ്പൊ അതുകൂടി കൊടുത്തിട്ട് നേരെ ഇനി വളകാപ്പിന്റെ വീട്ടിലേക്ക്. അതിന്റെ മുന്നേ എത്തുന്നതിന് മുന്നേ നമുക്ക് ഇങ്ങനെയും ചിന്നൂസിനെയും കൂടി പിക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഏതായാലും എന്താ പറയാ, പോകുന്ന വഴിക്കാണല്ലോ. അപ്പൊ അവരെയും കൂടി കൂട്ടിയിട്ട് നേരെ അവിടേക്ക്. ഇങ്ങനെ നമ്മള് ഇതല്ലേ കുഞ്ഞിക്കടവ് പാലം. ഹൈസ നന്നായോ? ഹൈസ പിണങ്ങിയില്ലേനോ? ഹൈസപ്പ് നന്നായോ? പിണക്കം മാറിയോ? ഹൈസപ്പ് പിണങ്ങി പോയതാണ് കേട്ടോ. ഇപ്പൊ അതാ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോ തിരിച്ചു വന്നിട്ടുണ്ട്. ചോക്ക പറയൂ, ഒന്നും പറയാല്ല. ഡ്രൈവ് ചെയ്യുമ്പോ വലിയ സംസാരിക്കില്ല എന്നാ പറയുന്നത്. പക്ഷെ നമ്മള് കൊറേ വീഡിയോസ് ഒക്കെ എടുക്കാറില്ലേ, മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഡ്രൈവ് ചെയ്യുമ്പോ കോൺസെൻട്രേഷൻ പോയാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ സംസാരിക്കില്ല അല്ലേ? ഹൈസാപ്പു ഇങ്ങോട്ട് നോക്ക്. ഹൈസാപ്പ് പിണങ്ങിയാ പിന്നെ പിണങ്ങി പോകും. നല്ലതാണെങ്കിൽ വളരെ നല്ലൊരു കുട്ടിയാണ് അല്ലേ? അല്ലേ? കുറച്ച് വികൃതിയുള്ളൂ കേട്ടോ, ലേശം. ഹൈസ ഇങ്ങോട്ട് നോക്ക്. നന്നായോ? അയ്യോ, ഹൈസ തെറ്റി. ഇനി ഹൈസ മിണ്ടില്ല. നമ്മളിപ്പോ എവിടെ ഉള്ള ഹൈസാപ്പു? കോരപ്പുഴ എത്തിയില്ലേ? ഇനിയിപ്പോ വേഗം തന്നെ നമ്മളിവിടെ എത്തും. ട്രെയിൻ പോകുന്നുണ്ടോ? അതെ, ട്രെയിൻ ഇല്ലല്ലോ. റെയിൽവേ ട്രാക്ക് മാത്രല്ലേ ഉള്ളൂ. ഹൈസാപ്പു ഏതാ ടീം? ഹൈസ ഏതാ ടീം? അയാന്റെ ടീമോ? അർജന്റീന അല്ലെങ്കിൽ സയാന്റെ ടീം സ്പെയിൻ അല്ലേ? അപ്പൊ എനിക്ക് സ്വന്തമായിട്ട് ടീം ഇല്ലേ? അയാന്റെ ടീമാ? നിഷൂപ്പിയോ? പോർച്ചുഗൽ ആണോ? നിങ്ങളൊക്കെ അർജന്റീന, ഞാൻ അർജന്റീന ആണ് കേട്ടോ. ഉപ്പച്ചി ഏതാ? ഉപ്പച്ചി ഹൈസാപ്പോ സ്പെയിൻ ആണ് അല്ലേ? ഞങ്ങളെ ടീം ജയിച്ചാൽ ഇനി ഞങ്ങളുടെ അടുത്തേക്ക് വരുമോ? ഇല്ല, ഓല് വരില്ല. ഓല് നമ്മളെ അവിടെ താഴെ, അതായത് താഴത്ത് വലിയ ഫ്ലെക്സ് ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ എലത്തൂരൊക്കെ വന്നു കഴിഞ്ഞ സമയത്ത് ഇവിടെ 2-3 കാണുന്നുണ്ട് കേട്ടോ. ഓരോന്നും കാണുന്നില്ല, അറിയൂല. ഇപ്പൊ ഓരോ സൈഡിലല്ലേ. നിഷത്താന്റെ വീടിന്റെ അവിടെ എന്തൊക്കെ ഫ്ലെക്സ് ആവശ്യം നമുക്ക് നോക്കാം അല്ലേ ഹൈസ? ഇന്നെ ഓൾ പാടിക്കോട്ടെ. ഈ എന്തിനാ എല്ലാം കൂടി പാടുന്നത്? ഐസാപ്പു ഒരു പാട്ട് പാടുന്ന കേട്ടോ. ആ പാടിക്കോ. അടിപൊളിയായിണ്ടല്ലേ. ഏതോ ഒരു മെഹബൂബ കളക്ഷൻ
സ്കാഫിന്റെ ഒരു പരസ്യമായിരുന്നു തോന്നുന്നു, ഇൻസ്റ്റാഗ്രാം പേജിൽ കേട്ടല്ലേ. അത് ഇതൊക്കെ ഒന്ന് വൈറലായിട്ട് ആ പാട്ട് മുഴുവനും ഇങ്ങനെ ഉണ്ടായിരുന്നു. അതപ്പോ ഹൈസാപ്പ് പാടി വളരെ നന്നായിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ആയിഷനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാ അപ്പൊ നമ്മൾ എൽത്തൂർ എത്തിയിട്ട് നമ്മളിതാ നമ്മുടെ ആയിഷനെ പിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ആയിഷയും നിഷൂപ്പിയും ഇനിയിപ്പോ വില പിടിച്ചാ കിട്ടൂല, അതാണ് വലിയൊരു കാര്യം അല്ലേ. വന്നോ? ഞാൻ വന്നോ? ഞങ്ങളെ എമിൽമോൻ എവിടെ? എമിൽമോൻ ഞങ്ങളെ എമിൽമോൻ തുറന്നോളി. എമിൽ റഹാനീഷ്, ഇതാണ് ഞങ്ങളുടെ ഇഞ്ഞ. ഇത് ഞങ്ങളുടെ ഇഞ്ഞന്റെ മോള് പൊന്നൂസ്, സോറി ചിന്നൂസ്. ലുക്കിലെ എവിടെ ഇറങ്ങാറുള്ളൂ ഗൈസ്. ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. എടുത്തിട്ടിട്ടുണ്ട് അല്ലേ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. നടന്നു. അവിടെ ആയിഷ ഇതാണ് ഞങ്ങളെ മുത്തന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിട്ടോ. ഇതാണ് ഞങ്ങളുടെ ഹിസ ബേബി ഗൈസ്. ഇങ്ങോട്ട് ഹായ് പറ, ഇങ്ങോട്ട് നോക്കി ഹായ് പറ, ഹായ് പറ, ഹായ് പറ, ഹായ് പറ, ഹായ് പറ. കേറി 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 കേറി. ഞങ്ങളെ ഷിൻഡു താനി മമ്മി ഇതാ നല്ല മഞ്ഞയും സോറി വളകാപ്പ്. നമ്മള് വളകാപ്പിട്ട് ഇനി അതാ പായസം സെറ്റ് ആക്കുകയാണ്. ഹായ് പറയൂ എല്ലാവരും. ബേബി ഹായ് പറയൂ. ചക്ക അകത്തേക്ക് കൊണ്ടുവച്ചു. രസമുണ്ടോ പായസം? കുടിച്ചോക്ക്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ചക്ക പായസം കുടിക്കും. എങ്ങനെയുണ്ടെന്ന് പറയാം. അടിപൊളി. പായസം എങ്ങനെയുണ്ട്? രസമുണ്ടോ? അടിപൊളിയല്ലേ? ആൾക്കാരെ നമ്മളെ വളകാപ്പിൽ എത്തിപ്പെട്ടു. പായസം കുടിക്കുന്ന ആയിഷ വോയിസ് ഇതൊക്കെ കറക്റ്റ് ഇങ്ങനെ തന്നെ ഇടുട്ടോ. ഞങ്ങളുടെ ബാക്കി ടീംസ് ഇവിടെ ഇവിടെ ഫ്ലവേഴ്സ്. നമ്മളെ ഐറ്റംസ് ഒക്കെ ഇതാ ഇവിടെ എത്തിയുണ്ട്. ഇനിയിപ്പോ ഇതൊക്കെ നമുക്ക് എന്താക്കണം? ഡെക്കറേറ്റ് ചെയ്ത് വെക്കണം. ഡെക്കറേഷന്റെ ടീം ആരൊക്കെ? മിഷൂപ്പില്ലേ? പിന്നെ അതുപോലെ തന്നെ നമ്മളെ ലഡു, ജിലേബി, മൈസൂർ പാക്ക്, ജിലേബി, ഇതൊക്കെ നമ്മള് വളകൾ, മുല്ലപ്പൂ, നല്ല സ്മെല്ല്. ഇങ്ങനെ ടൈം ഓണായിട്ട് ഡാൻസും പാട്ടും അല്ലേ ഹിസ ബേബി? എല്ലാരും മടി കൂടുകയാണ്. പിന്നെ ചിന്നൂസൊക്കെ ഇതാ നമ്മുടെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാട്ടോ. നമ്മുടെ വളയും അതുപോലെ തന്നെ ജിലേബി ലഡു ഒക്കെ റെഡിയാക്കി എടുക്കുന്ന തിരക്കിലാണ്. ഉമ്മ ആണെങ്കിൽ ഓരോന്ന് തിന്ന് മധുരമൊക്കെ നോക്കി സഹായിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെ പരിപാടികൾ നടക്കട്ടെ. പിന്നെ ഞങ്ങൾ നന്നായിട്ട് പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിന് മുന്നേ ഈ വളകാപ്പിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഷോർട്സ് ഇട്ടതിനോട് അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തെല്ലാം പരിപാടികളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ കൈ നിറച്ചും വളയൊക്കെ ഇട്ടതാ പൊന്നൊരു മണവാട്ടീൻ്റെ മാതിരി ഇരുന്നപ്പോൾ എല്ലാ കുട്ടീസും കൂടിയിട്ട് ഒപ്പനയും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല നല്ല പാട്ടൊക്കെ നമ്മൾ ടി വിയിൽ ഇട്ടിട്ടുണ്ട്.
വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ അങ്ങ് ഓണായിട്ടുണ്ടായിരുന്നു, ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അപ്പോഴേക്കും നമ്മൾ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വിശന്ന് ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ, ഈവനിങ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്താ എല്ലാവർക്കും ഫുഡൊക്കെ എടുത്ത് വെച്ച് നല്ല പത്തിരിയും അതുപോലെ തന്നെ പൂളയും പൊറോട്ടയും നല്ല ചിക്കൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നിഷാക്കാക്കിയും അതുപോലെ തന്നെ മുത്താപ്പയും ഒക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ കുട്ടീസിനൊക്കെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെയാണല്ലോ വിശപ്പ്. ഷിൻഡുതാനും ഹൈസാപ്പും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഡാൻസ് ആണോ പാട്ടാണോ അടിയാണോ പിടിയാണോ ഒന്നും അറിയില്ല കേട്ടോ. അങ്ങനെയാണ് അവരുടെ ഒരു മുന്നോട്ട് പോക്ക്. നേരത്തെ നല്ല പാൽച്ചായയൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ ടേബിളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നിഷാക്കാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മുത്താപ്പയും നിഷാക്കാക്കി അതുപോലെ നമ്മുടെ കുട്ടീസൊക്കെ ആദ്യം കഴിച്ചു. പിന്നെ അടുത്ത ട്രിപ്പിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. കാരണം അത്ര സീറ്റ് ആ ഒരു സൗകര്യം അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ എല്ലാവരും കൂടി ഫുഡൊക്കെ എടുത്ത് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇരുന്ന് നല്ല എൻജോയ് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ എപ്പോഴെങ്കിലും നമ്മൾ ഓരോരുത്തരുടെ വീട്ടിൽ കൂടാറുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ഒരു പരിപാടി എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ മൂത്തൻ്റെ വീട്ടിലായിരുന്നു. നമ്മൾ നോമ്പുതറ കഴിഞ്ഞ ശേഷം ഇങ്ങനെ കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വളകാപ്പ് നമ്മൾ കുറേ ആയല്ലോ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ പെട്ടെന്ന് അതങ്ങ് തട്ടിക്കൂട്ടി റെഡിയാക്കി എടുത്തത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പൊന്നും നല്ല ബട്ടർ സ്കോച്ചിൻ്റെ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് എല്ലാവരും ഇതാ ഒരു രാത്രിയൊക്കെ ആകുമ്പോഴാട്ടോ എല്ലാവരും യാത്ര പറഞ്ഞ് പിരിയാൻ നിൽക്കുകയാണ്. നമ്മൾ കൂട്ടിയ ആൾക്കാർ അതിൻ്റെ കൂടെ നമ്മുടെ ഫസ്റ്റിനെയും അതുപോലെ തന്നെ പൊന്നൂസിനെയും ഒക്കെ കൂട്ടി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ അവരവിടെ തട്ടിയിട്ട് വേണം നമുക്ക് ചീക്കിലോട്ടേക്ക് പോകാൻ. അപ്പോഴാണ് നമ്മുടെ ഹിസ ബേബി വരണം എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇനിയൊരു പരിപാടിക്ക് വരുന്നവരെ നമുക്ക് ഇവിടെ വിട പറയാം. ഓക്കെ, ബൈ.